തല ഇറങ്ങിയ പിന്നെ തലവേദന അല്ലാതെ നെഞ്ചുവേദന വരും. നീ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോകാം. പേടിയാവുന്നു, ടെൻഷനാവുന്നു എനിക്ക്. വാ പോവാം. അവൻ നല്ല കൂളായിട്ടായിരിക്കുന്നേ. എന്ത് സിറ്റുവേഷൻ വന്നാലും കൂളായിട്ടിരിക്കണം എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയും. ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ ഗായ്സ്, കുഞ്ഞിനെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ദിവസം മൊത്തം പോക്കാണ്. അവൻ്റെ ഉറക്കം ശരിയായില്ലെങ്കിൽ. ബൈ ദ ബൈ, ഞാനപ്പോൾ കാര്യം പറയാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണി റിനോവേഷൻ ആണ്. ഓക്കെ, യെസ്, ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി. ഇവിടെ ആക്ച്വലി ഒരു കൗച്ച് സെറ്റ് കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കൊടുത്തു. പിന്നെ ബാക്കി എല്ലാ ചില്ലറ സാധനങ്ങളൊക്കെ കളഞ്ഞു. ഇപ്പൊ ചുമ്മാ ഉള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കുവാണ്. ഇതും എല്ലാം ഒക്കെ മാറ്റിയതിന് ശേഷം റീഡിങ് വളർത്തിയെടുക്കണം. അപ്പൊ നമുക്ക് ഇരുന്ന് വായിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസിൽ ഇവിടെ കംപ്ലീറ്റ് ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം എന്നൊരു പദ്ധതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഞാൻ ചെടി വാങ്ങാൻ പോവാണ് ഇപ്പോ. അപ്പൊ കുഞ്ഞു ഉറങ്ങിയത് കൊണ്ട് കുഞ്ഞിനെ വിനുക്കുട്ടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ എഴുന്നേറ്റ ഉടനെ അവന്റെ കൂടെ ഒന്ന് റെസ്ലിംഗ് കളിച്ചേക്കരുത്. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം, രണ്ടും കൂടെ അടങ്ങി ഒതുങ്ങി ഇരിക്കണം. നീ എന്നെ നീ അവനെ എടുത്തിട്ട് ഹിസ് നെയിം ഈസ് ജോൺ സീന അങ്ങനെ ചെയ്യരുത്. അപ്പൊ പറഞ്ഞു വന്നതെന്താന്ന് വെച്ചാ, ഞാൻ പോയിട്ട് വരുന്ന ഒരു ദൈവത്തോർത്ത് കുരുത്തക്കേട് ഒപ്പിക്കരുത്. രണ്ടും അത്ര പറയാനുള്ളൂ. 10 മിനിറ്റ് ദൂരം അടുത്ത ഗ്യാപ്പിലാണ് ഞാൻ പോകുന്നത്. പോയിട്ട് ഞാൻ എളുപ്പം വരാം. ആ കുഞ്ഞ് എഴുന്നേക്കുവാണെങ്കിൽ അവനെ കരയിപ്പിക്കാതെ അവന് ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. നീയും കുത്തിക്കറ്റ അവിടെ ഇവിടെ ഓടിച്ചാടി കിടക്കുക, അല്ലാതെ കുരുത്തക്കേട് ഒപ്പിക്കരുത്. ഓക്കെ, അപ്പൊ ഗൈസ് നിങ്ങൾ എന്റെ കൂടെ വാ, നമുക്ക് ചെടി വാങ്ങിച്ചിട്ട് എളുപ്പം വരാം. ഇവന്മാര് കുരുത്തക്കേട് ഒപ്പിക്കുന്നതിന് മുമ്പ് വേഗം വരാം ഗൈസ്. അപ്പൊ നമ്മളിതാ ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ചെടികളുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വളരെ കുറച്ച്, കാരണം ഞാൻ കുറച്ചധികം മണി പ്ലാന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉദ്ദേശിച്ചത്. ഇതിപ്പോ രണ്ടാമത്തെ കടയിലാണ് വന്നേക്കുന്നത്, പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് മണി പ്ലാന്റ് ഇല്ല. അതുകൊണ്ട് പറ്റിയ കുറച്ചെണ്ണം മാത്രം എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കാരണം കുഞ്ഞിനെ വിൻകുട്ടി ഏൽപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. അവൻ എഴുന്നേറ്റാൽ കുറച്ചു നേരം അവനെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും, അവൻ കരച്ചിൽ കൂവലും ആയിരിക്കും. അതുകൊണ്ട് അവനെ എഴുന്നേൽക്കുമ്പോഴത്തേനും അങ്ങ് എത്തണം എന്നുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ചെടികൾ വേഗം എടുത്തിട്ട് വേഗം നമുക്ക് പോകാം കേട്ടോ. അതിലെ കുറച്ച് മുണ്ട ഗായ്സ്, വീട്ടിൽ തിരിച്ചെത്തി. അപ്പൊ വിചാരിച്ച പോലെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. നേരത്തെ ഡിക്കിയിൽ കാണിച്ച കുറച്ച് ചെടികളും അതിന് പറ്റിയ കുറച്ച് ചട്ടികളും ഒക്കെ മേടിച്ചിട്ട് എളുപ്പം വന്നു. കാരണം വിനുക്കുട്ട വിളിച്ചു, കുഞ്ഞ് എഴുന്നേറ്റെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാനിപ്പോ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ കുഞ്ഞ് എഴുന്നേറ്റു, അവനൊന്ന് മേലെ കഴുകിക്കാൻ കൊണ്ടുപോയേക്കുവാണ്. അപ്പൊ ഒരു അലമാരി റൂമിൽ നിന്നൊന്ന് പിടിച്ച് മാറ്റാനുണ്ട്. അപ്പൊ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ വിനു ഫ്രണ്ട്സും കൂടെ അത് പിടിച്ചൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി വ്ളോഗ് കാണാം. ഇനി കുഞ്ഞിന്റെ കാര്യത്തിൽ കുറച്ച് കെയറിംഗ് ആവാം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ ബേബി ക്രീമാണ്. ഇതിൽ പ്രോട്ടീൻ, വൈറ്റമിൻ B5 ആൻഡ് നാച്ചുറൽ ഓട്സ്, പിന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ട്. സോ സൂപ്പർ ജെന്റിൽ ആൻഡ് ഡെലിഗേറ്റ് ഫോർ ജെന്റിൽ സ്കിൻ. നോ ഹാർഷ് സ്റ്റഫ്, നോ പാരബൻസ്, നോ മിനറൽ ഓയിൽ, നത്തിങ് ഹാർംഫുൾ, ജസ്റ്റ് പ്യുവർ ഹൈഡ്രേഷൻ. എന്റെ കുഞ്ഞിന്റെ ബോഡിക്കും ഫേസിനും ഒരു പെർഫെക്റ്റ് ബേബി ക്രീമായിട്ട് ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ lovelab.com അവൈലബിൾ ആണ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് താഴെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. എന്റെ വിനുവേ, ഒന്ന് വായോ, പോവാം. എന്താണ് എന്താ എണീക്കാത്ത? പോണ്ടേ നമുക്ക്? ഹോസ്പിറ്റലിൽ പോണ്ടേ? കുഴപ്പമൊന്നുമില്ല. ആർക്ക്? മതിയല്ലോ, തല ഇറങ്ങിയ പിന്നെ തലവേദന അല്ലാതെ നെഞ്ചുവേദന വരും. നീ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോവാ. പറ്റത്തില്ല എനിക്ക്. നാളെ യാത്ര പോണോ വേണ്ടേന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്താ പറയണമെന്ന് വെച്ചിട്ട് നാളെ പോണോ വേണ്ടേന്ന് തീരുമാനിക്കുള്ളൂ. എനിക്ക് നമുക്ക് ഹെൽത്താണ് ഇമ്പോർട്ടന്റ്, യാത്ര കുഴപ്പമില്ല. എനിക്ക്
കൈ പിടി, ഞാൻ വേണ്ടി പിടിക്കാം. എന്തോ വന്നാലും ഹോസ്പിറ്റലിൽ പോകാണ്ട് കടുങ്ങാവെള്ളം കുടിച്ചോണ്ടിരുന്നു. എന്തുവാണേലും കടുങ്ങാവെള്ളം പ്രായമാകരു സന്യാസിമാർ കുടിക്കുന്ന വെള്ളമാണ്. ഇവന്റെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് കൂളായിട്ട് തോന്നണല്ലേ, പക്ഷെ തല പൊളിയുമാണ്. എന്നാലും ഇങ്ങനെ ഇരിക്കത്തോ. ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. ചവയ്ക്കാൻ പറ്റുന്നില്ല. വാ നമുക്ക് ഇത്ര ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിനപ്പുറം നമുക്ക് ഭയങ്കര എന്തും തുളച്ചിങ്ങനെ കേറുന്ന വേദന. പേടിയാവുന്നു, ടെൻഷനാവുന്നു എനിക്ക്. വാ പോവാം. ഗായ്സ്, വിനക്കുട്ടയ്ക്ക് താടി മുടി ഭയങ്കരമായിട്ട് വളർന്നു. ഓൾറെഡി തലവേദന എടുക്കുന്നതുകൊണ്ട് മുടിയുള്ളത് ഇറിറ്റേഷനാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോണ വഴിക്ക് ഒരു സലൂണിൽ കയറിയിട്ട് ഹെയറും ബിയർഡും ഒന്ന് സെറ്റാക്കിയിട്ട് ആ വഴിയാട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഗായ്സ്, വിനക്കുട്ടയെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു CT സ്കാൻ എന്തായാലും എടുക്കണം. സ്കള്ളിന് എന്തെങ്കിലും പൊട്ടലോ തലയ്ക്കകത്ത് ബ്ലീഡിങ്ങോ ഉണ്ടെങ്കിൽ അതേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം സ്ലോട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുക്കാമെന്നുള്ള. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. ടെൻഷനായി എനിക്ക്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഉണ്ടാവത്തില്ല കേട്ടോ. ടെൻഷനാവും. അവരിതേ യൂണിഫോം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് മാറ്റിയിട്ട് അത് ഇടാൻ പറഞ്ഞു. കഴുത്തിൽ മാല, വള, മെറ്റൽ ഐറ്റംസ് ഒക്കെ ഊരിത്തരാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ഊരി മേടിച്ചുകൊണ്ടിരിക്കുവാണ്. മോതിരമൊക്കെ ഒരുക്കാം, മാലയൊക്കെ ഒരു അലമാരി നീക്കിയപ്പോഴത്തേക്കും കല്യാണ മോതിരം ചളങ്ങി ഒരു പരിപാടി. ഇതൊക്കെ ഊരി മേടിക്കട്ടെ കേട്ടോ. കോസ്റ്റ്യൂമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ അടിയിലോട്ട് പാൻറ്റും വേണ്ട, നിക്കറും വേണ്ട, ബർമൂഡയും വേണ്ട. ഇത് കൊള്ളാം. ഗൈസ്, അവനൊരു വണ്ടി കയറ്റി കൊണ്ടുപോവുകയാണ് കേട്ടോ. പീസ് ഔട്ടും കാണിച്ച് പോകുന്നുണ്ട്. തന്നെത്താൻ നടന്നു പോകാൻ പറ്റൂ. എന്തിനാണ് ഈ വണ്ടി കയറ്റിയത് എനിക്ക് മനസ്സിലായില്ല. വണ്ടർലേ പോയ പോലെ ഉണ്ടോടാ? എനിക്കൂട്ട് എങ്ങനെയുണ്ട് റൈഡ്? സൂപ്പർ. ഓക്കെ ഗൈസ്, CT സ്കാൻ എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് വരട്ടെ. ടാറ്റാ. അവൻ എന്നോട് ടെൻഷൻ മാറാൻ വ്ളോഗ് എടുക്കാൻ പറഞ്ഞു. എനിക്ക് ടെൻഷൻ കാരണം വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല. അവൻ നല്ല കൂളായിട്ടായിരിക്കുന്നേ. എന്ത് സിറ്റുവേഷൻ വന്നാലും കൂളായിട്ടിരിക്കണം എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയും. ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. റിസൾട്ട് വരാതിന് സമാധാനം ഉണ്ടാവില്ല. നോക്കാം നമുക്ക് എന്താണ്. വരട്ടെ. സ്കാനിങ് കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. പോയതിൽ സ്പീഡിൽ വന്നു. ഇറക്കി വിട്ടെന്ന് തോന്നുന്നു. ഇവന് ലുക്കില്ല CT സ്കാൻ എടുക്കാവുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടി എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാ ഞാൻ മറ്റേ ഏഴാം അറിവ് സിനിമയും മാത്രം ഈ സംഭവം ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഏഴാം അറിവിലുണ്ടോ? മറ്റേ നമ്പർ മുടിയോത് നമ്പർ മുടിയോത്. സൂപ്പർ. ആ പാട്ട് നശിപ്പിച്ചു. റിസൾട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റുള്ള. എനിക്ക് ടെൻഷനായിട്ട് കൈ പറയും. ടെൻഷനൊക്കെ മാറ്ററാ. നമുക്ക് റിസൾട്ട് വന്നിട്ട് നോക്കാം. ഡോക്ടർ വന്നായിരുന്നു. എന്തായിരിക്കും കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. അത് കൊണ്ടതിന്റെ ഒരു പെയിനാണ്. ചെറിയൊരു ചതവ ഉണ്ട്, പക്ഷെ അത് ഗ്രാജുവലി റെഡി ആയിക്കോളും. പിന്നെ തലയ്ക്കകത്തൊന്നുമില്ല, ബുദ്ധിയില്ല, ബോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല പറഞ്ഞത്, CT എടുക്കാൻ പറഞ്ഞു. മറ്റേ MRI എടുക്കാൻ പറഞ്ഞു. അത് കണ്ടപ്പോഴത്തേക്കും എന്തോ ഫ്ലൂയിഡ് എന്തോ ചെറുതായിട്ടുള്ളത് പുറത്തായിട്ട്. അപ്പോൾ ഒന്ന് MRI എടുത്ത് നോക്കാൻ പറഞ്ഞു. കുഴപ്പങ്ങളൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി ഹീൽ ആയിക്കോളും. വേണമെങ്കിൽ MRI എടുത്ത് നോക്കാൻ പറഞ്ഞു. വേണോ? വേണ്ടല്ലോ. തലയ്ക്കകത്ത് എനിക്ക് ബുദ്ധി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി അപ് ടു യു. നിനക്കാണ് വേദന, നിനക്കാണത് വേണോ വേണ്ടത് പറയണ്ടോ? ഭയം പോലെ. പക്ഷേ വെറുതെ കൊണ്ട് കണ്ടെടുക്കാൻ പറ്റും. എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. മാസ്ക് മാറ്റി. മാസ്ക് മാറ്റാ. അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. വേറെ ആരുടെയോ ഒന്നും അവിടെ പറഞ്ഞു കേട്ടു ഫ്ലൂയിഡുണ്ട് MRI എടുക്കാൻ. എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. താരെന്തി പറഞ്ഞത്? യോ, എന്റെ ആ ബെഡിന്റെ അപ്പുറത്തെ ബെഡ്. പ്ലീസ്, ഞാനല്ല, ഞാൻ സക്കള്ള പറഞ്ഞില്ല സിനിമ. ഡോക്ടർ വന്ന് പറഞ്ഞു, എന്നോടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ.
അറ്റോ പറഞ്ഞു എനിക്ക് വീട് പോകാൻ വണ്ടി തോന്നി പഠിക്കുന്ന. പിന്നെ സിനിമ ഓക്കെ, ഇനി സീസൺ ഞാൻ പറയാം. ഡോക്ടർ വന്നു, ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു റിപ്പോർട്ടെല്ലാം വായിച്ചു നോക്കി, കുഴപ്പമൊന്നും കാണുന്നില്ല. ഇഞ്ചുറീസ്, അതായത് ചതവ് കുറച്ചുണ്ട്, ചെറുതായിട്ടുണ്ട് ചതവ്. ആ ഒരു അപ്പൊ അങ്ങനെ ചതവുണ്ട്. ബട്ട് അത് ഗ്രാജുവലി മാറിക്കോളും. അല്ലാതെ ഒരു പ്രശ്നവും MRI ഇത് മറ്റേ CT കാണുന്നില്ല. സ്കള്ളിന് ഫ്രാക്ചറോ ബ്ലഡിന്റെ അങ്ങനെയൊന്നും ബ്ലഡിന്റെ ക്ലോട്ടിംഗ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് പോകാം. ബട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം, അതായത് മറ്റേ കാഴ്ച മങ്ങലോ അല്ലെങ്കിൽ അതല്ല, കാഴ്ച പെട്ടെന്ന് മങ്ങിപ്പോകുന്നു, ബ്ലറിനെസ്, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളെ പറഞ്ഞല്ലോ എന്തായിരുന്നു, ഹെഡേക്ക് അല്ല, അതിപ്പം മരുന്ന് തരുന്നുണ്ട് അവര്. അത് കഴിച്ച്, അത് പെയിനിന്റെ മരുന്ന്, എനിക്ക് വേറെ മരുന്ന് എനിക്കില്ല. ഓക്കെ, അത് കഴിച്ചിട്ടും 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടും മാറ്റമില്ല, കൂടുകയാണ്, പെയിൻ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരേണ്ടി വരും എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇതിനകത്തോട്ട് കേറുമ്പോഴേ സഫോക്കേഷൻ ആണ്. അപ്പൊ എന്റെ കുഞ്ഞിനൊന്നും ഇല്ല. അല്ല, ഇതുണ്ട്, ചതവുണ്ട് തലയ്ക്ക്, നല്ല വേദന. മാറും. ആ ഒരു ഇടയ്ക്ക് പെട്ടുപോയതിന്റെ പെയിൻ നല്ലപോലെ ഉണ്ട്. നമ്മുടെ വിരല് വാതലിന്റെ ഇടയിൽ പോയി ചതഞ്ഞെന്ന് വിചാരിച്ചോ, കുറച്ച് ദിവസം എടുക്കൂല അത് മാറാൻ. അതുപോലെ തന്നെ ദൈവം സഹായിച്ചൊരു കുഴപ്പമില്ലല്ലോ. പോവാം നമുക്ക്. ഇപ്പൊ ബില്ല് കിട്ടും. ആദ്യം വല്ലോ കഴിക്കട്ടെ, വിശക്കുന്നു. കൊച്ചിന് ചായ ആയി. ബാക്കി ഇവിടെ അവിടെ ഉള്ളത്, എവിടെ പലഹാരം ഉള്ളത് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ക്രീം ബണ്ണ്, ബിസ്ക്കറ്റ്, ക്രീം ബണ്ണ്, വേറെ ഒന്നും ഇല്ലായിരുന്നു അവിടെ. കയറി വന്നപ്പോ 2-3 ഫാമിലീനെ കണ്ടു. ഒരു ഫാമിലിയിൽ 2-3 പേരല്ല, 2-3 ഫാമിലി. അവരെല്ലാരും ചോദിച്ചു എന്ത് പറ്റി, കുഞ്ഞിനാണോന്ന് ചോദിച്ചു. നല്ല വിനക്കൊട്ടയ്ക്കാന്ന് പറഞ്ഞു, തലയ്ക്കാന്ന് പറഞ്ഞു. എന്തൊരു ഓളോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തലയ്ക്ക് സുഖമില്ലെന്ന്, തല ഇടിച്ച് അപ്പൊ സുഖമില്ലെന്ന്. ഇപ്പൊ എന്തായാലും ഒന്നുമില്ലാത്ത സന്തോഷത്തിൽ നമുക്ക് ചായ കുടിക്കാം. ഇപ്പൊ എനിക്ക് വ്ലോഗ് ചെയ്യാൻ മൂടായി. നീ ഉള്ള കോസ്റ്റ്യൂം മാറിക്കേ. ഇത് കണ്ടിട്ട് തന്നെ വല്ലാണ്ടിരിക്കുന്നു എനിക്ക്. കോസ്റ്റ്യൂം കൂടെ നിക്കട്ടെ. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ ഗൈസ്. ഇനി ബില്ല് വരുമ്പോഴാട്ടോ അടുത്ത ഷോട്ട്. അങ്ങ് ഹാപ്പിയായി, ഒരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞു. ബുദ്ധിയില്ലാത്തതിനെ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കാതെ ഇനിയിപ്പൊ ഈ വ്ളോഗിന്റെ ബാക്കി എന്തുവാ, നമ്മള് ബില്ലടയ്ക്കുന്നു, അതിനുശേഷം നമ്മൾ നേർച്ചകളെല്ലാം നടത്താൻ എല്ലാ പള്ളികളിലും പോകുന്നു. ഗൈസ്, ബില്ല് അടച്ചു കേട്ടോ. നമുക്ക് മിനിക്കുട്ടിയോട് ചോദിക്കാം ഏകദേശം എത്രയാന്ന്. ബില്ല് എന്തെങ്കിലും ഉണ്ടേ. ബില്ല് ഞാൻ അടച്ചു കേട്ടോ, നോക്കരുത്, കൈ പിടിക്കേ. ഇവരുടെ സെർവർ ഡൗൺ ആയതുകൊണ്ട് ന്യൂറോളജിയുടെ ബില്ലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ബില്ലിനേക്കാൾ 700 രൂപ കൂടുതലായിട്ടുണ്ട്. അത് നിനക്ക് വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞവർ ആ ഫൈനൽ ബില്ല്. സോ ഇപ്പൊ ഇതില് 700 രൂപ കുറവാണ്. ഗസ് ചെയ്യ എത്രയായിട്ടുണ്ടാവും? 5 മേളിലാണോ? അതൊന്നും ഞാൻ പറയത്തില്ല. എനിക്കൊരു ഹൈ എൻഡ് ലോ എൻഡ് വേരിയന്റ് ഒന്നും പറയത്തില്ല. ഗോയിങ് വിത്ത് 7,600 സംതിങ്. നോക്ക് ബില്ല്. 11,000 ഒക്കെ വരുമോ? 700 രൂപ കൂട്ടണേ. അപ്പം 4,400 രൂപ. അതെ ഗൈസ്, ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും CT സ്കാനിന് 5,000 എബോ അങ്ങനെ എന്തോ കണ്ടേ. പറ്റിക്കപ്പെട്ടു കേട്ടോ ഞാൻ. പക്ഷെ ഞാനും ബില്ല് കണ്ട പോർത്ത്. ഇത് നമ്മളല്ലല്ലോ, വിഡൽ ഹെൽത്ത് അല്ലേ പേ ചെയ്യുന്നത്. ആര് പറഞ്ഞു? പേയർ വിഡൽ ഹെൽത്ത് TPA ലിമിറ്റഡ്. ആര് പറഞ്ഞു? ഇത് തന്നെയാണെന്ന്. ഞാനാ പേ ചെയ്തത്. പേയർ വിഡൽ ഹെൽത്ത്. ചോദിക്കാം. കാരണം ഇത് നമ്മുടെ ഇതിന്ന് പൈസ, നമ്മുടെ ഇൻഷുറൻസ് ഇല്ലേ, അവിടുന്ന് പൈസ പോകുന്നു പറഞ്ഞത്. പക്ഷെ എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയെ.
മേ ബി റീഇംബേഴ്സ്മെന്റ് ആയിരിക്കും. പക്ഷെ അഡ്മിറ്റ് ആയാലല്ലേ അത് കിട്ടത്തുള്ളൂ. കാഷ്വാലിറ്റിയിലൊന്നും ഇങ്ങനെ പോയതിന് ഇപ്പൊ ഉണ്ടോ? ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും റീഇംബേഴ്സ് ചെയ്യും. ആണോ? അതെന്തായാലും നമുക്ക് കൗണ്ടറിൽ ഒന്ന് ചോദിച്ചിട്ട് പോവാം. റീഇംബേഴ്സ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. കാണുന്നവർക്ക് ഒരു അറിവും കൂടാവും ചിലപ്പോൾ. യെസ്. അപ്പൊ അതെ, എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹത്തിൽ മതിമറന്നിരിക്കുകയാണ്. അമ്പടുപോലെ അലമ്പാവുന്നുണ്ടെന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചായിരുന്നു. എത്രയും പെട്ടെന്ന് നമ്മളവിടെ എത്തേണ്ടതാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. കുഞ്ഞ് വണ്ടിയിലുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മൾ കാറിൽ ഇങ്ങനെ നിർത്തിയിട്ടേക്കുവാണ്. ചെറുകൻ എന്ത് ചെയ്യേ ഇതുകൊണ്ട് നിൽക്കും. കാണാമോ നിങ്ങൾക്ക് മഴത്തുള്ളികളിലൂടെ? വിഷയമാണ്. അടുത്തേക്ക് വരുന്നു. ഇപ്പൊ കിട്ടുന്നുണ്ട്. അച്ചോടാ ഉമ്മ കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഹാപ്പി ആയിട്ട് വീട്ടിൽ പോവാം. അപ്പൊ ഓക്കെ ബൈ.